ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇന്ന് രാവിലെ കണ്ണാടി നോക്കിയപ്പോൾ നീ എന്താണ് നിന്നെക്കുറിച്ച് പറഞ്ഞത്? എന്നെക്കൊണ്ട് കഴിവില്ല, ഗുണമില്ല, ഒന്നും ശരിയാവില്ല, എൻ്റെ ജീവിതം നല്ലതല്ല. ഇതുപോലെ നെഗറ്റീവ് ചിന്തകളാണോ നിന്നോട് പറഞ്ഞത്? അതോ നല്ല ചിന്തകൾ? എൻ്റെ ജീവിതം മനോഹരമാണ്, എനിക്ക് ധാരാളം കഴിവുകളും നന്മകളുമുണ്ട്, ഐ വിൽ ഡു മൈ ബെസ്റ്റ്, ഇങ്ങനെയാണോ നിന്നോട് പറഞ്ഞത്? അതൊരു ശ്രദ്ധിക്കുക. സന്തോഷചിത്തരായി ജീവിക്കണമെങ്കിൽ നല്ല ചിന്തകൾ സൂക്ഷിക്കണം. അപ്പോൾ നിങ്ങളെ തോൽപ്പിക്കുന്ന ചിന്തകൾ, ഗുണമില്ല, കഴിവില്ല, ഒന്നും ശരിയാവില്ല, ജീവിതം നശിച്ചുപോയി, ഈ ചിന്തകളെ പരമാവധി ഒഴിവാക്കുക. അതിനു പകരം നല്ല പ്രസാദാത്മകമായ ചിന്തകൾ, എൻ്റെ ജീവിതം നല്ലതാണ്, ജീവിതത്തിന് ഉയർച്ചകളും താഴ്ചകളുമുണ്ട്, അനേകം നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ഒരുക്കുന്നു, എനിക്ക് അനേകം നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, എൻ്റെ ജീവിതം മനോഹരമാണ്. ഇങ്ങനെയുള്ള പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കുക. നമുക്കറിയാം, ഒരു ഗാർഡനിൽ എന്തൊക്കെ ചെടികൾ നടണമെന്ന് അതിൻ്റെ ഉടമസ്ഥനാണ് തീരുമാനിക്കുന്നത്. ഇതുപോലെ നിൻ്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് വേണ്ടത് നീയാണ് തീരുമാനിക്കുന്നത്. നിന്നെ തോൽപ്പിക്കുന്ന ചിന്തകൾ വന്നാൽ അത് നിനക്ക് ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാകും. നിന്നെ ജയിപ്പിക്കുന്ന അല്ലെങ്കിൽ സന്തോഷമായ ചിന്തകൾ നീ കൂടുതൽ സമയം മനസ്സിൽ ഇട്ടുകൊണ്ട് നടന്നാൽ അത് നമുക്ക് നല്ല ഉത്സാഹവും ഉണർവും നൽകും. സന്തോഷചിത്തരായി ജീവിക്കാൻ ചിന്തകളെ ശ്രദ്ധിക്കണം.